ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 2018 ഗ്രാൻഡ് ഐട്ടൺ നമുക്കിന്നൊരു ഇൻസ്പെക്ഷൻ വന്നതാണ്. ഒരു കസ്റ്റമർ വണ്ടി എടുക്കാൻ ഒക്കെ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ വിളിച്ചു, ഇൻസ്പെക്ഷൻ നമ്മൾ പോയി. 2018 ഗ്രാൻഡ് ഐട്ടനാണ്. നല്ല വണ്ടി, കിലോമീറ്റർ കുറവാണ്. ഒരു 30,000-നടുത്ത് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി മലപ്പുറം ജില്ലയിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്തു. നോക്കുമ്പോഴാണ് ഈ ചെറിയ തട്ട് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പം നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാം എന്തൊക്കെയാണ് അതിന് പറ്റിയത് എന്നുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെ വർക്കാണ് ഈ വണ്ടിക്ക് എടുത്തത് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ കാണുന്നത് വണ്ടിയുടെ റൈറ്റ് സൈഡ് ഇടിച്ച അല്ലെങ്കിൽ റൈറ്റ് സൈഡ് അപകടം പറ്റിയിട്ട് വർക്കെടുത്ത കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്രോൺ എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്മാരെ നട്ടെല്ലെന്ന് പറയുന്നത് പോലെ തന്നെ വാഹനത്തിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. ഈ അപ്രോൺ ഇടിച്ചിട്ട് മാറിയ വാഹനമാണിത്. അപ്പോൾ നമ്മുടെ നട്ടെല്ല് സർജറി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ തന്നെയാണ് ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്രോണിൽ വർക്കെടുത്താലും. അത് അപ്രോണിൽ നല്ല ഇടിയിടിച്ചിട്ട് അപ്രോൺ മാറിയിട്ടുണ്ട്, അപ്രോൺ സൈഡ് വാൾ മാറിയിട്ടുണ്ട്, ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബോണറ്റ് മാറിയിട്ടുണ്ട്, പില്ലർ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്കുകൾ എടുത്തൊരു വാഹനമാണിത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഇത് കണ്ടോ, ഇതൊക്കെ ലോക്കൽ പേസ്റ്റിംഗ് ആണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പേസ്റ്റിംഗ് ആണ്. ഈ വാഹനമാണ് ഒരു കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇപ്പോൾ ഒരു തട്ടിയ വാഹനം വിൽക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല, പക്ഷേ ഏറ്റവും നല്ല വണ്ടിയുടെ റേറ്റ് വാങ്ങിയിട്ട്, അതായത് ഒരു പ്രശ്നവും ഇല്ലാത്ത വാഹനത്തിൻ്റെ റേറ്റാണ് ഈ അപകടം പറ്റി ഇത്രയും വർക്കെടുത്ത വാഹനത്തിനും വാങ്ങാൻ ശ്രമിക്കുന്നത്. അതുമാത്രമാണ് നമ്മൾ എതിർക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യും.